പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതകൾ രാഷ്ട്രപതിയെ അറിയിക്കാൻ ഉറച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഗവർണർക്ക് കേരളത്തിൽ ചെലവഴിക്കാൻ സമയമില്ലെന്ന ആരോപണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്കെതിരെ രംഗത്ത് വന്നിരുന്നു. കേരള ഗവർണർക്ക് കേരളത്തിൽ ചെലവഴിക്കാൻ സമയമില്ല എന്നും മിക്കപ്പോഴും അദ്ദേഹം പുറത്താണെന്നുമായിരുന്നു പിണറായി പറഞ്ഞത്. ഗവർണർ കേരളത്തിൽ വന്നാലും നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കാൻ പോലും സമയമില്ല. ഇന്നും ഡൽഹിയിലുണ്ട് അദ്ദേഹം. ചിലർ ചോദിച്ചു, നിങ്ങളുടെ സമരം കാണാൻ വന്നതാണോ അദ്ദേഹമെന്ന്. ഇനി വന്നാലും അദ്ദേഹം റോഡിൽ കസേരയിട്ട് ഇരിക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതേസമയം തൻ്റെ എല്ലാ പരിപാടികളും രാഷ്ട്രപതി ഭവൻ്റെ അംഗീകാരത്തോടെയാണെന്നും ഓണത്തിന് പോലും ക്ഷണിക്കാത്തവരാണ് ഇപ്പോൾ പരാതി ഉന്നയിക്കുന്നതെന്നുമായിരുന്നു ഇതിനോട് ഗവർണറുടെ പ്രതികരണം. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതലകൾ പോലും കേരളത്തിൽ നിറവേറ്റുന്നത് ഗവർണറാണെന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്കും. മന്ത്രിമന്ദിരത്തിന് മോടി കൂട്ടാനും ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും നീന്തിക്കളിക്കാനുമെല്ലാം ഖജനാവ് കൊള്ളയടിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പിണറായിക്കിപ്പോൾ കേരളത്തിലെ പട്ടിണി പാവങ്ങളോട് പുച്ഛമാണ്. കാട്ടാൻ ആക്രമണത്തിൽ മരണപ്പെട്ടവരെയോ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ വീട്ടുകാരെ സമാധാനിപ്പിക്കാനോ വിഷയത്തിൽ ഇടപെടാനോ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ സമയമില്ല. എന്നാൽ അവിടെയും താങ്ങായി ഓടിയെത്തിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഇതോടെ മുഖ്യന്റെ ഭരണത്തിനെതിരെ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുകയാണ് ഗവർണർ. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവർണർ. അതിലെ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ പിണറായിയെ തെറിപ്പിക്കാനുള്ള നീക്കം ഗവർണർ നടത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്.